അങ്ങനെ നമ്മുടെ അനുമോള് അനീഷേട്ടനെ സംസാരിക്കാൻ വിളിക്കുകയാണ്. ആ മഞ്ഞ സോഫയിൽ അനീഷേട്ടൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അനുമോള് ചെന്ന് പറയുന്നു, അനീഷേട്ടാ വാ, എനിക്കൊന്ന് സംസാരിക്കണം. ആ മൈജി കോർണറിലേക്ക് വരാനായിട്ട് അനീഷേട്ടൻ വിളിക്കുന്നു. അനീഷേട്ടൻ പറയുന്നു, ഇല്ല ഞാൻ വരത്തില്ല, എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറയുന്നു. വീണ്ടും അനുമോള് പറയുന്നു, ഒന്നും സംസാരിക്കണ്ട, അവിടെ വന്നൊന്ന് ഇരുന്നാൽ മതി, ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി എന്ന് പറയുന്നു. അപ്പോഴും മനീഷ് പറയുന്നു, ഇല്ല എനിക്കൊന്നും പറയാനില്ല എന്ന് പറയുന്നു. പിന്നീട് അനുമോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ നൂറ ഇരിപ്പുണ്ട്. നൂറയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. നൂറയും ആദിലും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവര് ഇവിടെ ഓപ്പണായിട്ട് സംസാരിക്കുകയൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ അനുമോളുടെ ആ ശ്രമം അവിടെ പരാജയപ്പെട്ടു. അനുമോൾക്ക് പുള്ളിക്കാരൻ്റെ വിശദമായിട്ട് തനിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്തുവാണെന്ന് പറയാനൊരു താല്പര്യമുണ്ട്. പക്ഷെ അനീഷ് അത് കേൾക്കാൻ ശ്രമിക്കുന്നില്ല. എന്തായിരിക്കും കാരണം? അനീഷിനൊന്ന് ചിന്തിച്ചൂടെ, എന്തായിരിക്കാം അനുമോള് പറയാൻ പോകുന്നത്? അനുകൂലമാണോ അനുകൂലമല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇപ്പൊ ഏതൊരു പെണ്ണിനാണെങ്കിലും ആണെങ്കിലും ഉണ്ടാവും. അതെന്താണെന്ന് പോലെങ്കിലും പുള്ളിക്കാരൻ തിരക്കുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ അതറിയണ്ട. അപ്പൊ പുള്ളിക്കാരൻ ഇവിടെ വന്നിരിക്കുന്ന ഗെയിമിന്റെ രീതിയിൽ ചുമ്മാതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു പ്രണയത്തിന്റെ ഒരു ഞാൻ പ്രണയം ഏറ്റു പറഞ്ഞു, പക്ഷെ അവളത് നിരസിച്ചു, അങ്ങനെ രീതിയിൽ ഒറ്റപ്പെട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു സിമ്പതി കടത്തിവിട്ട് കൂട്ടു നേടാനുള്ള ശ്രമമാണോ പുള്ളിക്കാരൻ്റെ? എനിക്കൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ പുള്ളിക്കാരൻ അനുമോള് വിളിക്കുമ്പോൾ പുള്ളിക്കാരന് പൊക്കൂടെ, പോയി കാര്യം എന്താണെന്ന് തിരക്കിക്കൂടെ? എന്തായിരിക്കും അനുമോളുടെ മറുപടി എന്ന് പുള്ളിക്കാരൻ അറിയണ്ടേ? അപ്പൊ പുള്ളിക്കാരൻ എന്തിനാണ് അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടത്? മനസ്സിലായോ? ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് തന്നെ റിപ്ലൈ കിട്ടണ്ടേ പുള്ളിക്കാരന്? എന്തായാലും അവിടെ മാറി ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ അവിടെ ആ മഞ്ഞ സോഫയിൽ ഇങ്ങനെ മുഖവും വീർപ്പിച്ചിങ്ങനെ ഇരിക്കും.